ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാം. KM ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി. 3 വീടുകളുടെ താക്കോൽദാനം നടത്തി ഏനാനല്ലൂർ ലയൺസ് ക്ലബ്ബ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ താക്കോൽദാനം നിർവഹിച്ചു. ഏനാനല്ലൂർ ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ച 3 വീടുകളുടെ താക്കോൽദാനം നടത്തി. ഏനാനല്ലൂർ ലയൺസ് ക്ലബ്ബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ആയവന പഞ്ചായത്തിൽ 3 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. സമൂഹത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ഡിസ്ട്രിക്ട് 312C വിഭാവനം ചെയ്ത ഈ വർഷത്തെ പ്രോജക്റ്റായ സ്വപ്നഭവനം പ്രോജക്റ്റിലൂടെയാണ് ഇത് നടപ്പിലാക്കിയത്. ലയൺസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ വർഷം 176 വീടുകളാണ് നിർമ്മിച്ച് പൂർത്തിയാക്കി വരുന്നതെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഏനാനല്ലൂർ 2024-25 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സുവർണ ലിപികളിൽ എഴുതി ചേർത്തിട്ടാണ് ഈ ലയൺസ് കെയർ അവസാനിപ്പിക്കാൻ പോകുന്നത്. വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ അത് പ്രാദേശികമായ രീതിയിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പ്രൊജക്റ്റുകളായ സ്വപ്നഭവനം പദ്ധതി ഈ ക്ലബ്ബ് ഡിസ്ട്രിക്റ്റിനോട് സഹകരിച്ച് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് 3 ഭവനവും, അതുമാത്രമല്ല ക്ലബ്ബ് തന്നെ ഒരു ഭവനത്തിൻ്റെയും പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വലിയ ചാരിതാർത്ഥ്യം നിറഞ്ഞ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുമാത്രമല്ല ഇൻ്റർനാഷണൽ ലയൺസ് അസോസിയേഷൻ വിഭാവനം ചെയ്യുന്ന പോലെ നമ്മുടെ അസോസിയേഷൻ ലയൺസ് ഇൻ്റർനാഷണലിലെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച രീതിയിലാണ് ഏനാനല്ലൂർ ലയൺസ് ക്ലബ്ബ് ഈ വർഷം പ്രവർത്തിച്ചിരിക്കുന്നത്. പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം ഏനാനല്ലൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ നിർവഹിച്ചു. മാത്രമായിട്ടുള്ള ഒരു സംഘടന തോന്നൽ പണ്ട് കാലത്ത് ഒരു 10 വർഷത്തിനപ്പുറത്തുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഭയങ്കര നമ്മൾ മാത്രമായി കൊടുക്കുന്ന ചിന്തയാണ് ആളുകൾ. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത് അങ്ങനെയല്ല. ആളുകളെ സഹായിക്കാൻ സ്വന്തം വരുമാനത്തിൻ്റെ ഒരു ഭാഗം വിട്ടുവെച്ചു. കാരണം ഇവരാരും ഞാൻ ഈ നിരവധിയായിട്ടുള്ള ലയൺസിൻ്റെ ലോക്കറിൻ്റെയൊക്കെ പരിപാടി പങ്കെടുക്കുന്നതാണ്. നമുക്കറിയാം ആരും പുറത്തുനിന്ന് ഫണ്ട് പിരിച്ചിട്ടല്ല ഈ സഹായങ്ങൾ ഇവർക്കൊക്കെ ലഭ്യമാകുന്ന ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ജോലി ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ മറ്റു തരത്തിലൊക്കെ എടുത്ത് ഇവരുടെ ഒരു ജീവിതോപാധിയിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൂടി നീക്കി വെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുന്നത്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് മാലിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ജോമോൻ മലേക്കുടി, ക്ലബ്ബ് ട്രഷറർ ജിതേഷ് ബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ്, മൂവാറ്റുപുഴ തഹസീൽദാർ രഞ്ജിത്ത് ജോർജ്, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമീപ ക്ലബ്ബ് പ്രസിഡന്റുമാരായ വണ്ണപ്പുറം പ്രസിഡന്റ് സാബു അബ്രാഹാം, പൈങ്ങോട്ടൂർ പ്രസിഡന്റ് ജെയ്സൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.